Hi viewers, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അവതരിപ്പിക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് ഗോബി മഞ്ചൂരിയൻ എന്നാണ് പേര്. സാധാരണഗതിയിൽ ഗോബി മഞ്ചൂരിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ പോലെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. പക്ഷേ ഇത്തവണ നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഇൻ ഗ്രേവി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗ്രേവി കൂടുതലുള്ള ഒരു മഞ്ചൂരിയനാണ്. ഇതിൻ്റെ വേറൊരു രീതിയിലുള്ള പ്രിപ്പറേഷനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുക. ഇത് കോളിഫ്ലവറാണ്. ഇതിൻ്റെ ഇങ്ങനെ എടുക്കുന്ന ഫ്ലോററ്റ് എന്നാണ് ഇതിന് പറയുന്നത്. കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ഇതുമാതിരി 350 ഗ്രാമാണ്. 350 ഗ്രാം നമ്മൾ ഉപ്പ് ചേർത്ത തിളച്ച വെള്ളത്തിലിട്ട് 10 മിനിറ്റ് തിളപ്പിക്കണം. എന്നിട്ട് വാങ്ങിയിട്ട് അതിനെ തണുപ്പിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് നമ്മുടെ പനീറാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പനീർ 100 ഗ്രാം പനീറാണ് ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി വേണം. പിന്നെ ജിഞ്ചർ, ഇഞ്ചി കഷ്ണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കും. പിന്നെ ഒരു 4 ടീസ്പൂൺ മൈദയുണ്ട്. ടീസ്പൂണല്ല, 4 ടേബിൾ സ്പൂണാണ്. അതുപോലെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. കോൺ സ്റ്റാർച്ച് എന്നാണ് പറയുന്നത്, കോൺഫ്ലോർ എന്നല്ല, കോൺ സ്റ്റാർച്ച് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ മല്ലിയിലയുണ്ട്. പിന്നെ പച്ചമുളകുണ്ട്. ഇത്ര ഐറ്റമാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഫ്ലോററ്റിൻ്റെ കോളിഫ്ലവറിൻ്റെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യുക. ഇത് ഏറ്റവും ചെറുത് വേണ്ട. ഏറ്റവും ചെറുതെന്നാണ് പറഞ്ഞ് നോക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് മീഡിയം മതി. മീഡിയം ഇടാം. മീഡിയം ഹോൾ. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കോളിഫ്ലവർ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്ക്വീസ് ചെയ്യാം. നമുക്കൊന്ന് അമർത്തി എടുത്തിട്ട് വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വെക്കാം. നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുന്നുള്ളൂ, ചെറുതായിട്ട് ചൂടാകുന്നുള്ളൂ. കുറച്ചുകൂടെ ചൂടാക്കാം നമുക്ക്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പിഴിഞ്ഞിട്ട് പരമാവധി ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ആ വെള്ളം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഈ പനീറാണ്. 100 ഗ്രാം പനീർ ഇതുമായി തന്നെ ഗ്രേറ്റ് ചെയ്യാൻ നമുക്ക്. സമയലാഭത്തിന് വേണ്ടി ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അത് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. ഇതൊരു പകുതി മതി. പകുതി നമുക്ക് പിന്നീട് ഗ്രേവി ഉണ്ടാക്കാനും നമ്മൾ ചേർക്കുന്നതായിരിക്കും. ചേർക്കാനുള്ളത് പച്ചമുളക് ചേർക്കണം. ഒരു 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയുണ്ട്. ഒരു പിടി മല്ലിയില. പിന്നെ നമുക്ക് മൈദയാണ്. 4 ടേബിൾ സ്പൂൺ മൈദയുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കോൺ സ്റ്റാർച്ച്. കുറച്ച് ഉപ്പും ചേർക്കേണ്ടതുണ്ട്. നന്നായിട്ട് ഇത് കുഴച്ച് ചേർക്കുക. ഉരുളയാകാൻ പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എണ്ണ ചൂടായെന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരല്പം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊന്തി വരുന്നുണ്ട്. എണ്ണ ചൂടായെന്നർത്ഥം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഉരുട്ടി കഴിഞ്ഞിട്ട് നോക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുട്ടി നമുക്ക് അല്പം ഇവിടെ വെക്കാം. എന്നിട്ട് ഒന്നിച്ച് നമുക്ക് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബോൾസ് ഇതിലേക്ക് ഇടാം.
നമ്മൾ ഇപ്പോൾ ഇളക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റ് നമ്മൾ ഇതേപടി വെക്കണം. നമുക്കിനി ഇത് മറിച്ചിടാം. ഇത് ബ്രൗൺ കളറായി തുടങ്ങി. എണ്ണ ഇട്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടനെ നമ്മൾ ഇളക്കാൻ പാടില്ല. പൊട്ടി ചിതറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ വെള്ളത്തിലാവും. അതുകൊണ്ട് 2 മിനിറ്റ് എങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മറിക്കാൻ നോക്കാവുള്ളൂ. നമ്മൾ 2 വശം ഏകദേശം ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഇതിനെ ഇങ്ങനെ ഇട്ടിങ്ങനെ നമുക്ക് വേണമെങ്കിൽ വട്ടം കറക്കാം. അല്പം ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ വട്ടത്തിൽ കറക്കിക്കൊണ്ടിരിക്കാം. ഇനി പൊടിഞ്ഞു പോവില്ല, പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ബോൾസിനെ കോഫ്ത എന്ന് വിളിക്കാം. കോഫ്തകളെല്ലാം ഒരുവിധം ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്ക് കോരിയെടുക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. വേണ്ട, ഇത് ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കറി ആക്കാതെ തന്നെ, കൊപ്തക്കറി ആക്കാതെ തന്നെ കഴിക്കാൻ പറ്റും. ഒരു പക്കോട മാതിരി കഴിക്കാൻ പറ്റും. നമുക്ക് ഇതിന് കറി ഉണ്ടാക്കിയെടുക്കണം. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് തക്കാളിയുണ്ട്, ഒരു 2 തക്കാളിയാണ്. 2 തക്കാളി നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ പൾപ്പ് മാറ്റിയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ സവാള, ഒരു സവാള ചോപ്പ് ചെയ്തിരിക്കുകയാണ്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഗാർലിക് ഉണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചറുണ്ട്. പിന്നെ നമ്മുടെ സോസുണ്ട്. ഇത് ചില്ലി സോസാണ്. ഇത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ കെച്ചപ്പല്ല, സോസാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് കോൺഫ്ലവർ ഉണ്ട്. പിന്നെ അല്പം വിനാഗിരിയുണ്ട്. നമ്മൾ ചൂടായ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യമേ ഇതിൽ നമ്മൾ ജിഞ്ചർ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാറുണ്ട്. റൂട്ട് ജിഞ്ചർ എന്ന് പറയും, ചേർക്കാം. അതിൻ്റെ പുറകെ കുറച്ച് ഗാർലിക്, ഒരു 7 ക്ലോസ് ഗാർലിക് ചേർക്കാം. ഗാർലിക് കഴിക്കാത്തവർക്ക് നിർബന്ധമില്ല. ഗാർലിക്കും സവാളയും കഴിക്കാത്തവർക്ക് ഈ ഭാഗം ഒനിയനും നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ സവാള കൊത്തി അരിഞ്ഞതാണ്. വഴന്നു വരാൻ നമുക്കൊരല്പം ഉപ്പ് കൂടെ ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റാണ്. ഇതിപ്പോൾ ക്യാരറ്റ് ചേർത്തതേ ഉള്ളൂ. നമുക്ക് ക്യാരറ്റിന് പകരമോ അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് വേറെ ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഈ സമയത്ത് നമുക്കിവിടെ ചേർക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് ഒരുവിധമൊക്കെ ഒന്ന് വെന്ത് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത ക്യാപ്സിക്കം ചേർക്കാം. ഗ്രീൻ ക്യാപ്സിക്കം. ക്യാപ്സിക്കത്തൊന്നും അധികം വേവ് വേണ്ട. ക്യാപ്സിക്കം ഒരുവിധം വഴന്നു കഴിഞ്ഞു. ഇനി നമ്മൾ തക്കാളി ചേർക്കുന്നത് 2 തക്കാളിയാണിത്. ശ്രദ്ധിക്കേണ്ട കാര്യം, തക്കാളിയുടെ പൾപ്പ് പാടില്ല. പൾപ്പ് നമ്മൾ ഒഴിവാക്കി എടുത്തിട്ട് അത് വേറെ എന്തെങ്കിലും കറിക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം.
അതിൻ്റെ ആ സ്കിൻ തൊലി ഭാഗം മാത്രമാണിത്. ഒന്ന് വേവട്ടെ. നമുക്കൊരല്പം ഉപ്പ് കൂടെ ചേർക്കാം, വേണ്ടി വരും. പിന്നീട് അവസാനം നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ചേർക്കാനുള്ളത് നമ്മൾ ബ്ലാക്ക് പെപ്പറാണ്. ഒരു 1/2 ടീസ്പൂൺ, കൂടി വന്നാൽ 1 ടീസ്പൂൺ, മതി. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. നമുക്കുള്ളത് ചില്ലി സോസാണ്. ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ഇപ്പോൾ ഇല്ല, കൊണ്ട് ഗ്രീൻ ചില്ലി സോസാണ് ചേർത്തിരിക്കുന്നത്. റെഡും നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ കെച്ചപ്പല്ല ചേർക്കേണ്ടത്, സോസാണ് ചേർക്കേണ്ടത്. കെച്ചപ്പിൽ വേറെ മസാലകളൊക്കെ ചേർന്ന കാരണം നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് കെച്ചപ്പ് ചേർക്കേണ്ടതെന്ന് പറയും. ഇനി നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. അവസാനമായി നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അല്പം വെള്ളത്തിൽ കലക്കണം. കോൺ സ്റ്റാർച്ച് ചേർക്കാം. നമ്മൾ കുറച്ച് വെള്ളം, ഗ്രേവി വേണം, ഇതിന് കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർക്കാം. ഇതിൽ വേണം നമ്മുടെ കോഫ്ത ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ. നമ്മുടെ സോസ് ഗ്രേവി തിളച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി കോഫ്തകൾ ബോൾസ് ഇതിലേക്ക് ഇടാം. ഹിന്ദിയിൽ ഇതിനൊക്കെ കോഫ്ത എന്നാണ് പറയുക, കോഫ്ത. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കും, ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്കും പ്രസൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് മാറ്റാം ഇത്. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇൻ ഗ്രേവി റെഡി ആയി കഴിഞ്ഞു. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് താഴെ ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതൊന്നും നിങ്ങളൊന്നും ഉണ്ടാക്കി പരീക്ഷിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പാർട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. പാർട്ടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നിങ്ങൾ പരീക്ഷിക്കുക. ഇത് പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റൊട്ടി, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, ചോറ്, എന്തിൻ്റെ കൂടെ വേണേലും പൂരി, എന്തിൻ്റെ കൂടെയും വേണേലും നിങ്ങൾക്ക് ഇത് കഴിക്കാം. ഇത് പാർട്ടിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് ഗോബി മഞ്ചൂരിയനാണ്. ഗോബി മഞ്ചൂരിയൻ വേറെ ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് മാതിരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഒരു പ്രത്യേക രീതിയാണ്. ഗോബി മഞ്ചൂരിയൻ ഇൻ ഗ്രേവി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് പറയുക, അവർ ബെൽ ബട്ടൺ ഇതൊക്കെ അമർത്തുകയൊക്കെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. കൃത്യമായി ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവരോടും ഗുഡ് ബൈ.